ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് പ്രായ വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും തലമുടി നരയ്ക്കുന്നുണ്ട്. വെറും 1 മിനിറ്റിൽ കെമിക്കലൊന്നും ഉപയോഗിക്കാണ്ട് പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൂടാതെ മുടി തരച്ചു തുടങ്ങുന്നവർക്ക് അത് വേരോടെ കറുപ്പിക്കാനായിട്ടും സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇലയാണ് ഞാൻ എടുത്തുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അതിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇലേൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. നമ്മളുടെ സ്കിന്നിലാണെങ്കിലും ശരി, ഹെയറിലാണെങ്കിലും ശരി, എന്തെങ്കിലും തരത്തിലുള്ള ഫംഗസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല സഹായിക്കും. ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ടാണ് ഇത് നമ്മുടെ ശരീരത്തിലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇല എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇത്രയും ഒരു പിടിയോളം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിന് ആദ്യം 2 തണ്ട് മാത്രമാണ് എടുക്കുന്നത്. നമ്മളുടെ തലയിൽ മുടിയിൽ താരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൊറിച്ചിലുകൾ, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ഹെയർ പാക്കായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു മീഡിയം സൈസുള്ള സവാളയാണ്. പിന്നെ എടുക്കുന്നത് ചെറുപയർ കുതിർത്തി വെച്ചതാണ് കേട്ടോ. പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും. അപ്പോൾ ഈ ഒരു 3 സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. ഈ ഹെയർ പാക്ക് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുന്നതാണ്. അതോടൊപ്പം തന്നെ താരനും പൂർണ്ണമായിട്ടും പോവും. പിന്നെ മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് സവാള എടുക്കുന്നുണ്ട്. മീഡിയം സൈസാണെന്ന് പറഞ്ഞല്ലോ, അത് മുഴുവനായിട്ടും ഈ ഒരു ഇതിൻ്റെ കൂടെ ചേർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇത് തയ്യാറാക്കുന്നതിൻ്റെ 3 മണിക്കൂർ മുന്നേ കേട്ടോ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. അതൊരു 3 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അരച്ചെടുത്ത് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ദിവസവും നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ചധികം ക്വാണ്ടിറ്റി ഇതുപോലെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അരച്ചതിന് ശേഷം എന്താ ചെയ്യുന്നത്, ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ എടുത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇതൊരു പാക്കായിട്ട് നിങ്ങൾക്ക് ദിവസം ഉപയോഗിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ 1 തവണ തേച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ദിവസവും ഇതൊന്ന് പ്രയോജനപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം ദിവസം കുളിക്കുന്നതിന് മുന്നേ ഒരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 ടീസ്പൂൺ അളവിൽ ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തലയിൽ ഇപ്പോൾ കുളിക്കുന്ന സമയത്ത് ഷാമ്പു എന്തായാലും ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു മിക്സ് നിങ്ങൾക്ക് തലയിൽ തേക്കാവുന്നതാണ്. നമ്മൾ എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പാക്ക് നമ്മൾ ഈ ലിക്വിഡ് രൂപത്തിലായിട്ട് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷാമ്പു എത്ര സമയമാണോ നിങ്ങൾ തലമുടിയിൽ വയ്ക്കുന്നത് അതേപോലെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു ലിക്വിഡിൽ നമുക്ക് സവാളയുണ്ട്, അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇല, ചെറുപയർ, ഇതൊക്കെ ഉണ്ട്. നമ്മുടെ മുടിയുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും മെച്ചപ്പെടുത്തുന്നതാണ്. തലയിൽ താരം പോകാനും അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാനും പുതിയ മുടി വളരാനും ഒക്കെ ഈ ഒരു പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു പാക്ക് രൂപത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 1 തവണ ഉപയോഗിച്ചാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഇതുപോലെ പാക്കായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമ്മളെല്ലാം മിക്ക ആളുകളും ചെറുതായിട്ടൊന്ന് നരയ്ക്കുമ്പോൾ തന്നെ കെമിക്കലായിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നര കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നര കൂടിയവരാണെന്നുണ്ടെങ്കിലും പുതുതായിട്ട് നരച്ചു തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. വേരോട് കൂടിയിട്ട് തന്നെ മുടിയെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇല എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ നെല്ലിക്ക എടുക്കുന്നുണ്ട് കേട്ടോ. ഒരേ ഒരു നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെല്ലിക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇല. നെല്ലിക്ക നമുക്ക് അറിയാലോ തലമുടി കൂടുതൽ കറുപ്പിക്കാനും നാച്ചുറലായിട്ടുള്ള കറുപ്പ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക. അതേപോലെ തന്നെ തലമുടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗസോ അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടുകയോ കെമിക്കലായിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുമ്പോൾ എന്തായാലും മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് മുടിയുടെ ആരോഗ്യം കൂട്ടാനും അതേപോലെ തന്നെ മുടി കറുപ്പിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്യവേപ്പിൻ്റെ ഇല. അപ്പോൾ ഈ നെല്ലിക്കയുടെ കൂടെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്താണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക.
ഇങ്ങനെ ചതച്ചെടുത്തുള്ള ഈ ഒരു മിക്സ് നമ്മളിനി ഒരു ഇരുമ്പിൻ്റെ കടായിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇരുമ്പിൻ്റെ കടായി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക കേട്ടോ. ഇരുമ്പിൻ്റെ കടായി ആണെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവരുത്, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ കടായി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന അതേപോലെ ചെയ്തതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ആണി ഉണ്ടാവുമല്ലോ, ഇരുമ്പിനെ തുരുമ്പ് പിടിച്ച ആണിയോ അങ്ങനെ എന്തെങ്കിലും ഇരുമ്പിൻ്റെ എന്തെങ്കിലും ചെറിയൊരു 2-3 പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എന്നിട്ട് അതിലേക്ക് ചേർത്തുന്ന 1 ടീസ്പൂൺ അളവിൽ ചായപ്പൊടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നെല്ലിക്കയും അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയെല്ലാം നന്നായിട്ട് വേവണം. അപ്പോൾ കട്ടൻ ചായയായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്ന്, അപ്പോൾ ഈ ഒരു സാധാരണ ഇപ്പോൾ ഒരു കട്ടൻ ചായൻ്റെ കളറായിരിക്കും ഇത് തിളച്ച് വന്നാലുണ്ടാവുക. വെറും ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ അങ്ങനെ തിളച്ച് വന്ന സമയത്ത് തന്നെ കണ്ടോ കളറിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഈ ഇരുമ്പുമായിട്ട് രാസപ്രവർത്തനം നടത്തിയിട്ട് നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ടുണ്ടാവും. അയണിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് മുടിയിൽ നരയുണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നരയെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇരുമ്പ് പാത്രത്തിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തണുക്കണം. 1 മണിക്കൂർ ഇതുപോലെ മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ചട്ടിയിൽ ഇരുന്നിട്ട് നല്ലതുപോലെ കറുപ്പ് കളറായിട്ട് കിട്ടിയിട്ടുണ്ടാവും ആ ലിക്വിഡ്. അപ്പോൾ ഉണ്ടോ, ഈ ഒരു ലിക്വിഡ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിലുള്ള തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തുള്ള ഈ ലിക്വിഡ് ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ 2-3 ദിവസത്തേക്ക് ഇത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് തണുപ്പ് പോയതിന് ശേഷം മാത്രം ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ നരച്ചിട്ടുള്ള മുടികളൊക്കെ ഇങ്ങനെ കറുത്ത് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നരച്ച മുടിയെല്ലാം കറക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്രായക്കാരെല്ലാം നരച്ച് തുടങ്ങുന്ന സമയത്തും ആദ്യം മുതലേ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകാല നര വരുന്നതല്ല കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കൂ. പിന്നെ ഒരു കാര്യം, നമ്മളത് ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി വാഷ് ചെയ്ത് കളയാം. നരച്ച മുടി കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല എളുപ്പ വഴികൾ ഉപയോഗിക്കുന്ന സമയത്ത് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ കേട്ടോ. അതിനായിട്ട് വേണ്ടത് 2-3 ആര്യവേപ്പിൻ്റെ ഇലയാണ്, അത് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഗ്രാമ്പു എടുക്കുന്നുണ്ട്, ഒരു 5-6 ഗ്രാമ്പു എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആര്യവേപ്പിൻ്റെ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ആര്യവേപ്പിൻ്റെ ഇല വേണം കേട്ടോ എടുക്കാനായിട്ട്. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചതച്ചെടുത്തതിൻ്റെ കൂടെ നമ്മളിനി മറ്റൊന്നും ചേർത്തുന്നില്ല, വെള്ളം തൊടുന്നില്ല. അപ്പോൾ ഈ ഗ്രാമ്പും അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയും മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കനം കുറഞ്ഞിട്ടുള്ള കോട്ടനാണ്. ഏറ്റവും കനം കുറഞ്ഞിട്ട് കോട്ടൻ്റെ തുണി എടുക്കാൻ പറ്റിച്ചാൽ അത് എടുക്കാം. ഞാൻ നമ്മുടെ പഞ്ഞിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കോട്ടൻ്റെ പഞ്ഞിയാണ്. നല്ലതുപോലെ കനം കുറഞ്ഞ ലെയറാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ആ പഞ്ഞിയിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഗ്രാമ്പും ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന പഞ്ഞിയെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു എസൻസാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ പഞ്ഞിയെല്ലാം നമ്മൾ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി പിടിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയൊരു കിഴി രൂപത്തിൽ കിട്ടും. എന്നിട്ട് ഞാനൊരു മൺചിരാത എടുത്തിട്ടുണ്ട്. മൺചിരാത അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലെണ്ണയാണ് കേട്ടോ, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയോ നെയ്യോ ഉപയോഗിക്കാം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിക്കാണെങ്കിൽ നല്ല രീതിയിൽ അതിനൊരു കറുപ്പ് കൊടുക്കാനായിട്ട് നല്ലെണ്ണ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ 2-3 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതിപ്പോൾ അറിയാനുണ്ടാവും. ഇതുപോലെ ചിരാത് വെച്ചതിന് ശേഷം ഇതുപോലെ 2-3 ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു പ്ലേറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കത്തിച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ആളി കത്തേണ്ട, ഒരു ചെറിയൊരു ദീപം കത്തുന്ന രീതിയിലായിരിക്കണം കേട്ടോ ഇത് കത്തേണ്ടത്. കുറച്ച് സമയം, ഒരു അരമണിക്കൂർ സമയം എടുത്താലും നിങ്ങൾക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ചെറിയ തീയിലാണ് കേട്ടോ കത്തുന്നത്. നമുക്കൊരു അരമണിക്കൂർ വേണ്ടി വന്നു അത് മുഴുവനായിട്ട് കത്തി തീരുന്നതിനായിട്ട്. അപ്പോൾ ഈ കത്തി തീർന്നത് നമുക്ക് ഇനി ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് ഇത് കളക്ട് ആയിട്ടുണ്ടാവും, അതിൻ്റെ ഒരു ഇത് കരി പോലെ നിൽക്കുന്നില്ലേ. അപ്പോൾ ഇത് ആര്യവേപ്പിൻ്റെയും അതേപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെയും എല്ലാ എസൻസും ഈ ഒരു പൊടിയിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊടി നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഒരു കരിയല്ലേ, കൺമഷി എന്തെങ്കിലും ഉപയോഗിച്ചാൽ പോരെയെന്ന്. നമ്മൾ കൺമഷിയൊക്കെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സിലും അത് പറ്റും, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്കൊക്കെ അത് പടരും. അപ്പോൾ ഈ ഒരു പൗഡറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സ്കിന്നിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഒന്നും ആവില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നന്നായിട്ടൊന്ന് ഇത് വെച്ച് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്നുള്ളത്.
ഈ ഒരു പൗഡറിൽ നമ്മൾ എണ്ണയോ അതേപോലെ തന്നെ അലോവേര ജെല്ലോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നേരിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്കിന്നിൽ ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, നനയ്ക്കണമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കാണിച്ചു തരാം. ഒട്ടും തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ സ്കിന്നിലിട്ടുള്ള ആ കറുപ്പ് പിടിക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ വെള്ളത്തിൽ കഴുകിയിട്ടുള്ളതെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഈ കൈ മുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, ഒരു തരത്തിലും ആ കറുപ്പ് കലർന്നിട്ടില്ല. ഇനി ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് പോലും ആ ടിഷ്യൂവിലേക്ക് ആ ഒരു കറുപ്പ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന അതേ എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും ഉണ്ടാവുക. ഇതിപ്പോൾ കൈ കൊണ്ട് നമ്മൾ വെള്ളം കോരി ഒഴിച്ചാലോ ഇനി ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചാലോ ആ കറുപ്പ് പോവില്ല. ഇനി ഈ കറുപ്പ് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിലാണെന്നുണ്ടെങ്കിൽ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള മൈൽഡായിട്ടുള്ള ഷാമ്പു അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞാൽ പൂർണ്ണമായിട്ടും പോകുന്നതാണ്. നമ്മൾ കൈ മുക്കി വെച്ചുള്ള വെള്ളം ഇപ്പോഴും അതേപോലെ തന്നെ ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതൊന്ന് കഴുകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പൂർണ്ണമായിട്ടും ആ കയ്യിലുള്ള കറുപ്പൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഹാൻഡ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.